Hello friends, welcome to Leonsclub. I am Licho. ഈന്തപ്പഴം വെച്ചുകൊണ്ട് ഒരു ഈന്തപ്പഴംപൊരി സ്നാക്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഈന്തപ്പഴമാണ്. ഞാൻ ഈ ഈന്തപ്പഴം ഉണ്ടല്ല കുറച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അതൊരു 200 ഗ്രാം ഉണ്ടാവും. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്സ് ആണ് ഇത്. അപ്പോൾ ഞാൻ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പം ഞാനില്ലേ ഈ ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിലുള്ള സീഡ്സ് ഉണ്ടല്ല കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാം. ഞാനിപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിലുള്ള കുരു കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് സെപ്പറേറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഈന്തപ്പഴം വാങ്ങുമ്പോൾ വളരെ ഹാർഡായിട്ടുള്ള ഈന്തപ്പഴം ഒരിക്കലും വാങ്ങരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കട്ടിയിലിരിക്കും. അതുകൊണ്ടാണ് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം വേണം നമ്മൾ വാങ്ങാനായിട്ട്. അപ്പോൾ കുറച്ച് ഹാർഡ് കുറഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം വേണം നമ്മൾ വാങ്ങാനായിട്ട്. ഈ ഒരു കാര്യം ഉണ്ടല്ല നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ കണ്ട കുരുക്കളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇത്ര മതിയാവും ഈ ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിലില്ലേ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും നട്ട്സും കൂടി അങ്ങോട്ട് വെച്ചു കൊടുക്കുക. അപ്പോഴില്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് അങ്ങോട്ട് കിട്ടും. ഞാനപ്പേ കുരു കളഞ്ഞെടുത്ത ഈ ഈന്തപ്പഴം ഉണ്ടല്ല അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ പിസ്തയാണ് എടുക്കണത്. അപ്പം ഞാൻ ആ പിസ്ത ഉണ്ടല്ല അത് തൊണ്ട് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിലെ ബദാം ഉണ്ടെങ്കിൽ ബദാം അങ്ങോട്ട് വെച്ചു കൊടുക്കാം. ഇനി അഥവാ മറ്റേതെങ്കിലും നട്ട്സ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് വെച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇതൊന്നുമില്ല നിങ്ങളത് സ്കിപ്പ് ചെയ്തോ. എന്നിട്ടില്ലേ വെറുതെ അങ്ങോട്ട് ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുക്കാവുന്ന കേസുള്ളൂ. ഞാൻ പിസ്തയാണ് വെച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ പിസ്തയുടെ തൊണ്ടൊക്കെ കളഞ്ഞ് നല്ല റെഡി ആയിട്ട് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്ര മതിയാവും. ഈ തൊണ്ട് കളഞ്ഞെടുത്ത പിസ്ത ഉണ്ടല്ല നമ്മൾ കുരു കളഞ്ഞ ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കവർ ചെയ്തെടുക്കണ പോലെ നമുക്കത് ഫില്ല് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. കണ്ട ഇതുപോലെ നമുക്ക് ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുത്താൽ മതി. സംഭവം സെറ്റപ്പായി. അപ്പം ഞാൻ ഓരോ പിസ്തയും ഓരോ ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കവർ ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഇനിയില്ലേ ഇതങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെക്കുക. എന്നിട്ടല്ലേ ഇതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ടുള്ള മാവില്ലേ അതങ്ങോട്ട് നമുക്ക് റെഡി ആക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദയില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഗോതമ്പ് മാവും കൂടി ചേർത്തിട്ട് അതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാരയും എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇല്ലേ അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്തിട്ട് ഒരു കോഴിമുട്ടയില്ലേ അതങ്ങോട്ട് പൊട്ടിച്ച് വീട്ടിയിട്ട് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. ഇപ്പൊ കണ്ട ഈ ഒരു ലെവലിലാണ് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. എന്നിട്ടില്ലേ നല്ല കളറ് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇല്ലേ അതും കൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കുക. ഫുഡ് കളർ ചേർക്കുന്നവർക്ക് അത് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാട്ടാ. പക്ഷേ മഞ്ഞളാണ് ഹെൽത്തി. നമ്മുടെ ഈന്തപ്പഴല്ലേ അത് ഫ്രൈ ചെയ്യാനുള്ള മിക്സ് ഉണ്ടല്ല അതിങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് കുരു കളഞ്ഞ് പിസ്ത ഫില്ല് ചെയ്ത് മാറ്റി വെച്ച ഈന്തപ്പഴം ഉണ്ടല്ലോ അത് ഇതിൽ അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം. ഈന്തപ്പഴം അങ്ങോട്ട് പൊരിച്ചെടുക്കാനായിട്ട് നമ്മള് ഈന്തപ്പഴം മാവിലിട്ട് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയില്ലേ ഇതൊരു 1 മണിക്കൂർ അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് വെക്കാം നമുക്ക്. അപ്പല്ലേ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ 1 മണിക്കൂറില്ലേ റെസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് വെക്കണത്. 1 മണിക്കൂറിന് ശേഷം നമ്മുടെ മിക്സ് ഫ്രൈ ചെയ്യാനായിട്ട് അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഓയിൽ അങ്ങോട്ട് ചൂടായി കഴിഞ്ഞാലേ നമ്മുടെ ഈ ഈന്തപ്പഴം ഉണ്ടല്ല ഓരോന്നോരോന്ന് അങ്ങോട്ട് ആ ഓയിലേക്ക് അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്ന് ഡീപ്പ് ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുക്കാം. ഫ്രൈ ചെയ്ത് തുടങ്ങുമ്പോഴേ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്. അത് പ്രത്യേകം അങ്ങോട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് 2 ഭാഗവും നന്നായിട്ട് അങ്ങോട്ട് മൊരിഞ്ഞ് വരെ നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുക്കാം. അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് അങ്ങോട്ട് ഫ്രൈ ചെയ്യാം അങ്ങോട്ട്. ഇപ്പൊ നമ്മുടെ ഈന്തപ്പഴം പൊരി ഏകദേശം അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയില്ലേ നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങോട്ട് കോരി അങ്ങോട്ട് എടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുക്കാം. അപ്പൊ ഞാൻ ബാക്കിയുള്ള എല്ലാ ഈന്തപ്പഴവും അങ്ങോട്ട് ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. വളരെ രുചികരവും വളരെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഈന്തപ്പഴം പൊരി. അപ്പോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അങ്ങോട്ട് അഭിപ്രായം അങ്ങോട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും അങ്ങോട്ട് സുഖമായിട്ട് അങ്ങോട്ട് ഇരിക്കുക കേട്ടോ.